ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്ലേ സ്റ്റോറിലുള്ള ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഇതിനായി ഇപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങളുടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ടാപ്പ് ചെയ്തതിന് ശേഷം മാനേജ് ആപ്പ് ആൻഡ് ഡിവൈസ് എന്നതിൽ പോവുക. ഇവിടെ നിങ്ങൾക്ക് മാനേജ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഫസ്റ്റായി നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നമ്മൾ ഇപ്പോൾ നിലവിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ്റെ ലിസ്റ്റ് എല്ലാമാണ്. എന്നാൽ ഇവിടെ ദിസ് ഡിവൈസ് എന്നതിൽ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊരു ഓപ്ഷൻ എല്ലാം വന്നിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത് അത് നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോഴെല്ലാം ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു നോട്ട് ഇൻസ്റ്റാൾഡ് ഓപ്ഷനിൽ ആ ഒരു ആപ്ലിക്കേഷൻ എല്ലാമാണ് വരിക. അതായത് നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ നിലവിൽ ഇപ്പോൾ ഇത് അൺഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. ഇങ്ങനെ നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്തത് കൊണ്ട് മാത്രം ഇത് കംപ്ലീറ്റായി നമ്മുടെ മൊബൈലിൽ നിന്നും പോകുന്നില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ കുറേ ഡാറ്റയെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. അതിനാൽ തന്നെ നിങ്ങളുടെ സ്പേസ് എല്ലാം നഷ്ടമാകാനെല്ലാം ഇത് കാരണമാകും. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരുപാട് ആപ്ലിക്കേഷൻ ഇതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഇനി ഇത് വീണ്ടും ഇവിടെ നിന്നും ഒഴിവാക്കണമെങ്കിൽ ഇത്തരത്തിൽ ഈ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം തന്നെ ഇവിടെ നോട്ട് ഇൻസ്റ്റാൾഡ് എന്നതിൽ പോയി വേണ്ട ആപ്ലിക്കേഷൻ എല്ലാം തന്നെ, അതായത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻ എല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ മുകളിലായി വന്നിരിക്കുന്ന ഈ ഒരു ഡിലീറ്റ് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു മെസ്സേജ് എല്ലാം വന്നിരിക്കുന്നത് കാണാം. റിമൂവ്ഡ് ആപ്പ് വോണ്ട് അപ്പിയർ ഹിയർ ബട്ട് യു ക്യാൻ ഇൻസ്റ്റാൾ അഗെയിൻ ഫ്രം ദി പ്ലേ സ്റ്റോർ എന്നാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഇവിടെ നിന്നും റിമൂവ് ചെയ്യുന്നത്, ഇത് ഇവിടെ നിന്നാണ് റിമൂവ് ചെയ്യുന്നത്. ആ ഒരു ആപ്ലിക്കേഷൻ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ പോയി വീണ്ടും ഇൻസ്റ്റാൾ ചെയ്യാമെന്നെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പോൾ 7 ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്തപ്പോൾ ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് 285 MB ഇത്രയും സ്പേസ് ഇപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആവശ്യമില്ലാതെ ഇവിടെ ഇരിക്കുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ എല്ലാം റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു 285 MB കൂടി ലാഭിക്കാനെല്ലാം സാധിക്കും. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരുപാട് ആപ്ലിക്കേഷൻ എല്ലാം അൺഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊന്നും നിങ്ങൾക്ക് ആവശ്യമില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ പോയതിനു ശേഷം ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇവിടെ നിന്നും റിമൂവ് ചെയ്യാനെല്ലാം സാധിക്കും. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്